സിനിമയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വയ്യ മോനെ ഇത്തരം പ്രായമൊക്കെ ആയി ഇനി ഞാൻ വീട്ടിലെങ്ങാനും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? സിനിമയ്ക്ക് അങ്ങനെ പറയത്തില്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരേ സമയത്ത് രണ്ടും അങ്ങനെ ഇന്ന് ഇവിടെ സിനിമ, നാളെ അവിടെ നിന്ന് വണ്ടി എടുത്ത് വിട്ട് സീരിയല്, അത് വയ്യ. അത് ഞാൻ പറയാം. സിനിമയ്ക്ക് പോയാൽ അതിന്റെ ജോലി തീർക്കും, വീട്ടിൽ വരും, ഒരു 2 ദിവസം ഒന്ന് വയസ്സായി എന്നുള്ളൊരു ബോധം മനസ്സിൽ വെച്ചോണ്ട് തേച്ച് കുളി, അത് ഇതൊക്കെ അതൊന്നും മുടക്കത്തില്ല. എണ്ണ തേച്ച് കുളിയൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക്. അതല്ലാതെ ഈ ഓടി പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെയല്ല. സേലത്തൂന്ന് തിരിച്ച് പിറ്റേ ദിവസം മദ്രാസിൽ ഷൂട്ടിങ്, മദ്രാസിൽ നിന്ന് കഴിയുമ്പോൾ പിന്നെ അടുത്ത ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഉദയ, ഇങ്ങനെയൊക്കെ പോകുമായിരുന്നു. അയ്യോ അതൊന്നും ഇപ്പൊ ചിന്തിക്കാനേ. ഏത് വയസ്സ് വരെ അത്രയൊക്കെ ചെയ്തോണ്ടിരുന്നു? ഒരു എന്താ പറയാ, ഒരു 40 വയസ്സ് വരെയൊക്കെ, 39-40 വയസ്സ് വരെ കംപ്ലീറ്റ് യാത്രയായിരുന്നു. ആണല്ലേ? അതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരാളാണല്ലേ? അന്ന് ഇങ്ങനെ അല്ലല്ലോ. സേലത്തൊരു ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ജയഭാരതി, ശ്രീലത, മീന ചേച്ചി, ഞങ്ങളെല്ലാവരും അന്നൊക്കെ ഒരുവിധപ്പെട്ട റോളുകളിൽ മിക്കവാറും ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും. കോമഡിയും ചെയ്യും ഞങ്ങളൊക്കെ. അപ്പോൾ ഓരോരുത്തർ വിളിക്കും. ഞാന് ഒരു കാര്യം ചെയ്യാം, കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയുണ്ട്, നീ എന്തോന്ന് കൊണ്ടുവരും? അപ്പോൾ ഉടനെ നീ അച്ചപ്പം കൊണ്ടുപോവാ, വേറെ കടുമാങ്ങ ഇട്ടുണ്ട് പാടി, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇച്ചിരി കടുമാങ്ങ അച്ഛ. അപ്പോൾ ഇതൊക്കെ ലിസ്റ്റ് അതാ ഈ പറയുന്നത്, ഈറ്റി സാധനങ്ങളുടെ പേരാ പറയുന്നത്. ഞങ്ങളൊക്കെ ഒരു പിക്നിക്ക് പോകുന്ന പോലെ ഒരു സുഖമാണ് അവിടെ പോകുമ്പോൾ. അത് നസീർ സാറ് വരെ അതെ കൊണ്ടുപോകുന്ന ഭക്ഷണമൊക്കെ അതിനകത്തു നിന്നൊക്കെ കഴിച്ച് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രോത്സാഹനമൊക്കെ തന്ന്, അതൊക്കെ അന്ന് അങ്ങനെ ആയിരുന്നു. ഇപ്പം നമുക്ക് അതൊക്കെ പോയി.